ഒരു ഗ്യാങ് തന്നെയുണ്ട്. മാസത്തിലും ആഴ്ചയിലും രണ്ടാഴ്ച മുമ്പാണ് നാട്ടിൽ പോകുന്നത്. പോയിട്ട് നാട്ടിൽ നിന്ന് വെമ്പുതറിയും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവർക്ക് ഇതിന്റെ ഇടയിൽ കൂടെ സൈഡായിട്ട് സ്വന്തമായിട്ടെന്തേലും ഉണ്ട്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഷെഫീന ബീവിയുടെ ചാനലിൽ നിന്ന് ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. രേണുസുധിയുടെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വോയിസ് ആണ്. ഈ സ്വർണ്ണക്കടത്തുമായിട്ടുള്ള ഒരു കേസിൽ എന്റെ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങനെ ഒരു കാര്യം രേണുവിന് തോന്നിയിട്ടില്ല. ഈ വേറുള്ള കാര്യങ്ങൾ, ഈ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങൾ അതിന്റെ തൊട്ടൊക്കെ അല്ലാണ്ട് രേണു ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല രേണു. എന്തായാലും ഇന്നലെ ആ ഒരു വോയിസ് കേട്ടതോടുകൂടി എനിക്കും ചെറുതായിട്ടൊരു സംശയം വന്നിട്ടുണ്ട്. എന്തായാലും വെറും സംശയം മാത്രമാണ് കേട്ടോ, എടുത്തു പറയുവാണ്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും പോലീസുകാർ ഈ ഒരു വോയിസും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേണുവിനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ആ വോയിസ് ഒന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അന്ന് ഈ കുട്ടിയെ അവിടെ ഉണ്ടായിരുന്നു, രേണുസുധി എവിടെ ഉണ്ടല്ലോ. ഇത് കണ്ടുപിടിക്കുമ്പോ അന്ന് അത് ഇങ്ങനെയൊക്കെ സ്വർണ്ണക്കടത്തെന്ന് പറഞ്ഞില്ലേ, അതിന്റെയൊക്കെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. പിന്നെ ഞാൻ സത്യത്തിൽ ഷെബീനയുടെ അത് വളരെ ശരിയാണ്. ഇപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന കുറെ ആൾക്കാർ ഈ പരിപാടി ചെയ്യുന്നുണ്ട്. ഈ ബാലഭാസ്കറിന്റെ ഒരു കേസ് തന്നെ നമുക്ക് എടുക്കാം. ഈ ബാലഭാസ്കർ മരണപ്പെട്ടതിന് ശേഷമാണ് ഗോൾഡ് ഈ ഒരു സംഭവമായിട്ട് ബാലഭാസ്കറിന് ബന്ധമുണ്ടെന്ന് മിക്കവരും മനസ്സിലാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ, ഈ ഗോൾഡിന്റെ ഈ ഒരു ടീമുകാര് ഇങ്ങനെയുള്ള ആൾക്കാരെ കാരിയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ രേണുവിനും ഇത്തരത്തിലൊരു ബന്ധം ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടൊന്നും ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കിടന്ന് അപരാധം കാണിക്കുന്ന കണക്കല്ല ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ടും സംശയം വരാനുള്ള കാരണം എന്താണെന്ന് അറിയാം. ഈ രേണു ആഴ്ച തോറും ഗൾഫിൽ പോയിട്ട് വരുന്നു, ബാർ ഉദ്ഘാടനത്തിനെന്ന് പറഞ്ഞ് വിളിക്കുന്നു. ബാറിനൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് പ്രൊമോഷൻ? അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനകത്ത് പ്രധാനമായിട്ടും വേറെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഈ ബാർ ഉദ്ഘാടനത്തിനാണല്ലോ നമ്മൾ രേണുസുധി പോയത്. ആ ബാറിൽ തന്നെയുള്ള ഒരു വ്യക്തി ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ഏതോ ഒരു കേസിലുണ്ട്. അത് ഈ വോയിസിൽ എന്തായാലും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് കേട്ടു കേൾക്കുമ്പോണ്ടല്ലോ ഷെബീന ഇതൊന്നും ഇത് പറയുന്നതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഇവിടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. ഇവളെയൊക്കെ പിടിക്കാനാണ് പെണ്ണുങ്ങൾ മാസത്തിലും ആഴ്ചയിലും രണ്ടാഴ്ച മുമ്പാണ് നാട്ടിൽ പോകുന്നത്. പോയിട്ട് നാട്ടിൽ നിന്ന് വെമ്പുതറിയും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ വീഡിയോയിൽ തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഈ പാപ്പിലോണിന്റെ തന്നെ ഒരു അവിടുത്തെ മാനേജർ എന്ന് പറയുന്ന ഒരുത്തന്റെ ആദ്യം റാസൽ കെയ്മ, അത് കാന്താരി റെസ്റ്റോറന്റ് ആയിരുന്നു. അതിപ്പോ ആ കാന്താരി റെസ്റ്റോറന്റ് മാറിയിട്ട് ആ റാസൽ കൈമയിൽ ഇപ്പൊ വേറെ ഏതോ പേരിലാണ് ഒരു ബാർ റെസ്റ്റോറന്റ് തുടങ്ങിയിരിക്കുന്നത്. അവിടെയാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ രേണു ഇപ്പൊ പോയിട്ട് വന്നത്. ഇവരുടെ ഒരു പിന്നെ റെസ്റ്റോറന്റ് ആയിരുന്നു, പാപ്പുലോ റെസ്റ്റോറന്റ് പുതിയതായിട്ട് തുടങ്ങി. അന്ന് രേണുസുധിയെ വരാൻ തുടങ്ങി. അന്ന് ഞാൻ ചെന്നപ്പോഴാണ് പാപ്പുലോണിൽ വെച്ചിട്ട് രേണുവിനെ കാണുന്നത്. ഇപ്പൊ ഷെഫീന പറഞ്ഞൊരു കാര്യമില്ലേ, ഈ സ്വർണ്ണക്കടത്തും അതും ഇവർ ആഴ്ചയിലും മാസത്തിലും പോണ പെണ്ണുങ്ങളുണ്ട് അവിടെ. ഇപ്പോഴെ എന്നത്തിന് ഞാൻ പറഞ്ഞു വരാം, അതെല്ലാം രഹസ്യമായിട്ടാണ്. ജന നാട്ടിൽ പോകും, നാട്ടിൽ നിന്ന് കൊച്ചു കൊമ്പളാരെ കൊണ്ടുവരും. അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ നടത്തുന്നത്. ഇവർക്ക് ഇതിന്റെ ഇടയിൽ കൂടെ സൈഡായിട്ട് സ്വന്തമായിട്ടെന്തേലും ഉണ്ട്. അന്ന് അതിലുള്ള ഞാൻ ഈ പറയുന്ന ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡി എവളുമായിട്ട് നദിയിൽ ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഒരാൾ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പാടുന്നത്. അപ്പൊ ആ വീഡിയോയിൽ ഉണ്ട്. പക്ഷെ എന്റെ വേറെ കണ്ടോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ രേണുവായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് ആ വീഡിയോ എന്റെ കയ്യിലുണ്ടെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, ഈ പോലീസുകാരോ വല്ലവരും ഇത് കാണുന്നുണ്ടെങ്കിൽ പോലീസുകാര് ചോദിച്ചു കഴിഞ്ഞാൽ ഷെഫീന ബീവി ഇതാരാണ് അയച്ചത്, ഈ വോയിസ് ആരാണ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ ഷെഫീന ബീവി കൊടുക്കുമെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക. കാരണം ഇതുപോലത്തെ തെന്മാടിത്തരങ്ങളൊന്നും ഒരു കാലത്തും വെച്ചു പൊറുപ്പിക്കുക. ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് വിമർശിച്ചിട്ടുണ്ട്. ഒരുപാട് ഈ ആൽബത്തിൽ അഭിനയിക്കുന്ന കാര്യമാണെങ്കിലും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണെങ്കിലും എല്ലാത്തിലും നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയം തന്നെയാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണ്ണമാല പ്രൊമോട്ട് ചെയ്യുക, ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് സബ്സ്ക്രിപ്ഷന്റെ ഒരു ഇതിനകത്ത് പെണ്ണായാൽ പൊന്നു വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അതിനകത്ത് പിന്നെ ഈ മാലയൊക്കെ ഇട്ടിട്ട് പുള്ളിക്കാരി ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുവാണ്. നിനക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യുന്നുള്ള രീതിയിൽ പ്രൊവോക്ക് ചെയ്യുവാണ്. കാര്യം ഈ സബ്സ്ക്രിപ്ഷന്റെ കാര്യത്തിൽ കേട്ടോ, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ വിചാരിച്ചത് ഇവര് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടത്തേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ച കാര്യമല്ല. ഇവരാണെങ്കിൽ അതിനപ്പുറം കടന്ന് വേറെ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സ്വർണ്ണ കേസ് പറയുവാണെങ്കിൽ അതും കൂടെ ഉണ്ടെങ്കിൽ ഇവര് വേറെ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം ഇതിങ്ങനെ ഇങ്ങനത്തെ
സംഭവം അവിടെ നടക്കുന്നുണ്ട്. ഇവക്കും കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷെ ഈ പെണ്ണ് പാവമാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നല്ല ഞാൻ എനിക്ക് വാട്സപ്പ് നമ്പറൊക്കെ ബഹുമാനിച്ച് എനിക്ക് മെസ്സേജും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവളൊന്ന് ഓവറായി പോയി. അതാണ് കൂടുതലും വെറുത്തോളം. പക്ഷെ സ്വന്തമായിട്ട് ഭർത്താവ് മരിച്ച് സ്വന്തമായിട്ട് ജോലി ചെയ്തൊക്കെ ജീവിക്കുന്നതും സ്വന്തം കാലിൽ നിൽക്കുന്നതും എല്ലാം നല്ലത് തന്നെയാണ്. ഞാനും 10 വർഷമായി ഞാൻ ഒരു സിംഗിൾ മദറാണ്. എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുക, നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് ചിലപ്പോൾ പലരിൽ നിന്നും നമുക്ക് പല ആശയങ്ങളും കേൾക്കേണ്ടി വരും. അതൊക്കെ ശരിയാണ്. പക്ഷെ കുറച്ച് ഓവറായി പോകുന്നത് അത് ശരിയാണ്. ഞാൻ ചോദിക്കുന്നതല്ലേ, ഇവരെയൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് യാതൊരുവിധ ബോധവും വിവരവും ഇല്ലാത്ത ആൾക്കാരാണെന്ന് വേണം എനിക്ക് പറയാനുള്ളത്. കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഗോൾഡിന്റെ കേസിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇനിയും സപ്പോർട്ട് ചെയ്യുമോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും രേണു ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ സ്റ്റോറി ഇടുന്നതാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറി ഇടുന്നത് ഞാൻ കണ്ടില്ല. ഈ പുള്ളിക്കാരി സ്റ്റോറി ഇടും ഷെഫീന ബീവിക്കെതിരെ. എന്താണ്, എടി ഷെഫീനെ, നിനക്ക് എനിക്ക് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധം ഉണ്ടടി, അങ്ങനെയാടി ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ സ്റ്റോറി ഇട്ടേനെ. ഈ ഒരു കേസിൽ കമാന്നൊരു അക്ഷരം ഇവര് മിണ്ടിയിട്ടില്ല. ബാക്കി കൂടെ ഇത് കറക്റ്റാണ്. ഇത് കണ്ടാലൊരു പാവം കുട്ടിയാണ്. ഞാൻ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു എങ്ങനെ ആ കുട്ടി എങ്ങനെയെന്ന്. പക്ഷേ ഓവർ റിയാക്ഷൻ കാണിക്കുന്ന ഒരു രീതിയിൽ കാണുമ്പോഴത്തേക്ക് ചിലർക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നാറുണ്ട്. സാരി വേണമെങ്കിൽ മര്യാദയ്ക്ക് ഉടുത്ത് നിൽക്കാം. അപ്പം അത് കാണിക്കണം എന്നുള്ള ഒരു ഇതിലായി എന്നല്ലോ അങ്ങനെ ഇരുന്നത്. നമുക്ക് മറച്ചു വെച്ച് ശരിയാണ്. ഈ സാരി വേണമെങ്കിൽ മാന്യമായിട്ട് കൊടുക്കാം. ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എന്ത് പറയാം. ഇവര് കാറിലിരുന്ന്, ഞാനൊരു എക്സാമ്പിൾ പറയണ, കാറിലിരുന്ന് സീറ്റ് ബെൽറ്റ് പിടിച്ചിരുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്താണെങ്കിൽ ഇവരുടെ ഡ്രൈവർ ഇരിപ്പുണ്ട്. ഇവർക്ക് അതിനെ പറ്റി ഒന്ന് ചിന്തിച്ചൂടെ, ആ ഡ്രൈവർ എന്ത് വിചാരിക്കുമെന്ന്? ഡ്രൈവർ കാണില്ലെന്നൊക്കെ തോന്നില്ല. അങ്ങനെ ഒരു നാണമൊന്നും പുള്ളിക്കാരിക്ക് ഇല്ല. അപ്പൊ പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് വലിയ പ്രയോജനമില്ല. രേണു ഒന്ന് തുനിഞ്ഞിറങ്ങിയിരിക്കുക, എന്ത് വേണമെങ്കിലും കാണിച്ചു, എനിക്ക് എന്തും കാണിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല, വരുന്നിടത്ത് വെച്ച് കാണാന്നൊക്കെ പറഞ്ഞ് തുനിഞ്ഞിറങ്ങിയിരിക്കുക. എങ്ങനെയെങ്കിലും ഒക്കെ പൈസ ഒപ്പിച്ചാൽ മതി, ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് രേണു. ഡാൻസ് കളിക്കണമെങ്കിൽ നമുക്ക് മറച്ചു വെച്ച് ഡാൻസ് കളിക്കാം. ഞാനുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇതിന്റെ കുറെ സാധനങ്ങളുണ്ട്. ഞാനിപ്പോ ആ ഗ്രൂപ്പിനകത്ത് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഞാൻ വലിയ ആക്റ്റീവ് ഒന്നും അല്ല. ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ ഞങ്ങൾക്ക് കുറെ കലാകാരന്മാരെല്ലാം ഉള്ളത് കൊണ്ട് നിൽക്കുന്നവൻ. പക്ഷെ അതിൻ്റെ അകത്തൊരു ഗ്യാങ് തന്നെ ഉണ്ട്. ഈ പെണ്ണുകൂട്ടിക്കൊടുപ്പും ഈ പറയുന്ന അവളത്തെ ഈ ആഴ്ചയിൽ എങ്ങനെയാണ് മാറ്റിപ്പോണേന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സത്യം, ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നൊരു കാര്യമല്ല. ഇതിൻ്റെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. പക്ഷെ ഇവളെയൊക്കെ പിടിക്കാൻ ആരും ഇല്ലെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ദുബായ് രാജ്യത്തെ ഇവിടെ ഇത് ഇല്ലീഗലാണ്. ഇല്ലീഗൽ പ്രവൃത്തികൾ മാത്രമാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഫ്രണ്ടിൽ 2 ബംഗ്ലാദേശം വെച്ചിട്ട് ഒരു തീരുപ്പം. അതിന്റെ 1 നമ്പർ ഈ ബിസിനസ് നടത്തുന്നതിന്റെ ഒരു മെയിൻ ഒരാളാണ് അവൾ. ഇവളൊക്കെ ആയിട്ട് നമ്മുടെ ആ ഗ്രൂപ്പിനകത്ത് ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ നല്ല കൂട്ടായിരുന്നു. പക്ഷെ ഇവളുടെ ഈ ബിസിനസ് ഇവളെ ഇങ്ങനത്തെ ഇതാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊക്കെ ആയിട്ട് ഞാൻ എല്ലാ കൂട്ടുകെട്ട് ഞാൻ കട്ട് ചെയ്തു. ഇവക്കിതാണ് ബിസിനസ്. അവളാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നത്. ഇനിയൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ എൻ്റെ മറ്റേ ഫോണിലാണ് കിടക്കുന്നത്. ആ വീഡിയോക്കകത്ത് ഇവള് അവളുടെ അടുത്തിരുന്ന് രഹസ്യം പറയുന്നതും എല്ലാം കാണാം. അങ്ങനത്തെ വൃത്തിയിട്ടവളുമാരാണ്. ഇവളുമാർക്ക് കൂട്ടു നിൽക്കാനായിട്ട് ഒരുപാട് പണമുള്ള ആണുങ്ങൾ ഒക്കെ ഉണ്ടാവും ഇവർക്ക് സപ്പോർട്ട് ചെയ്യാനും കൂട്ടു നിൽക്കാനും ഒക്കെ. അതാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ അതുകൊണ്ടൊക്കെയാണ് ഈ കൂടുതലും ഒന്നും പറയാതെ നമ്മളെ കാര്യം നോക്കി ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോണത്. ഇവർക്ക് കേട്ടല്ലോ, കൂടെയുള്ള ആൾക്കാരുടെയൊക്കെ ഹിസ്റ്ററിയാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവരുടെ ഓരോരോ വീഡിയോ ഇടാൻ നമുക്ക് തന്നെ നാണക്കേടാ. പക്ഷെ ഇവരുടെ ഓരോരോ വീഡിയോ വരുമ്പോൾ ഇടാതിരിക്കാനും പറ്റുന്നില്ല. ഓരോരോ വാർത്തകളല്ലേ പുതിയത് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ സ്വർണ്ണക്കടത്ത് കേസ്, ഇനി എന്തെല്ലാം വരാനുണ്ടോ? ഈ സ്വർണ്ണക്കടത്ത് കേസ് എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യമല്ല. പോരാത്തതിന് കിട്ടുന്ന പൈസ വിചാരിക്കുന്നതിനപ്പുറം. ഈ ഒരു ലെവലിൽ ഇവർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു വർഷം കൊണ്ട് ഒരു കോടികളൊക്കെ സമ്പാദിക്കാൻ പറ്റും. പിന്നെ പഴയ രേണുവൊന്നും അല്ല, വേറെ ലെവലിലേക്കൊക്കെ മാറും. ഇവർക്ക് ഇനി എന്തും വരട്ടെ എന്നുള്ള ഒരു മനോഭാവമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പൈസ ഒരുപാട് കിട്ടി തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കൂടെ നിൽക്കുന്ന ആരാണെന്ന് പോലും മനസ്സിലാകാത്ത ഒരു അവസ്ഥയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സബ്സ്ക്രിപ്ഷന്റെ കാര്യം തന്നെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ. അവരുടെ ബന്ധുക്കൾ കാണുന്നില്ലേ, അച്ഛൻ കാണുന്നില്ലേ, അമ്മ കാണുന്നില്ലേ, സഹോദരി കാണുന്നില്ലേ, സഹോദരിയുടെ ഭർത്താവ് കാണുന്നില്ലേ, സ്വന്തം മക്കള് കാണണ്ടേ? ഇതൊക്കെ അവർക്ക് ചിന്തയുണ്ടോ? അതൊക്കെ ചിന്തയില്ലാത്തതുകൊണ്ടാണല്ലോ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. അതാണ് പറഞ്ഞത്, പൈസ കാശിന്റെ ഒരു ഒരുപാട് വലിയ ഗ്യാങ്ങുകളാണ് കസ്റ്റഡിക്ക്. സബ്സിഡിയുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. ഈ ലാസ്റ്റ്
ഇപ്പൊ ഷബീന പറയുന്ന കാര്യങ്ങൾ കറക്റ്റായ കാര്യങ്ങളാണ്. ഈ പോവേം വഴിയും ചെയ്യുന്നതിന്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. അത് സീരിയസ് ആയ കാര്യം. ദുരുദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവ എവളെന്നുള്ള ഈ മാസത്തിനും ആഴ്ചയിലും ഇങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഈ പറയുന്ന സൈഡിൽ കൂടെ ഈ സ്വർണ്ണത്തിന്റെ സംഭവം ഇവരെന്നല്ല ഒട്ടുമിക്ക പെണ്ണുങ്ങളുടെ നാട്ടിൽ നിന്ന് 6 മാസത്തോളം പോവേം വഴിയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ഇവർ മാസം തോറും നീ നാട്ടിൽ പോകുന്നതിനാണ് ഇവർ അന്വേഷിക്കുന്നത്. ഇവരൊക്കെ വരുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ തിരിച്ചു പോകുന്നത് എന്താണ്, അത് അന്വേഷിക്കുന്നത്. ശരിക്കും ഈ രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം രേണുസുതി അത്യാവശ്യ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊരു വിവാദമാണെങ്കിലും ശരി, ഇവരെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നത് ഈ സെലിബ്രിറ്റീസിനൊന്നും പരിഗണന ഈ എയർപോർട്ടിലും അവിടെ ഇവിടെ ഒന്നും കൊടുക്കാതിരിക്കുക. ഇവരെന്തായാലും ചെക്ക് ചെയ്യണം. ഇതുപോലുള്ള ആൾക്കാരെ നന്നായിട്ട് മോണിറ്റർ ചെയ്യുകയാണ് നല്ലത്. എങ്കിൽ കൂടുതൽ സത്യങ്ങളൊക്കെ ഇതിന്റെ പുറത്തേക്ക് വരും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും, പണ്ടത്തെ ആ രേണു തന്നെയാണോ ഇപ്പൊ ആ കരഞ്ഞ് ഒരു നാടൻ സ്റ്റൈലിലൊക്കെ ഇരുന്ന് രേണു തന്നെയാണോ ഇപ്പോൾ ഉള്ളത്? ഇവര് കുറച്ച് കാലയളവിൽ എന്തുമാത്രം മാറിപ്പോയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരിങ്ങനെയുള്ള ഗ്യാങ്ങിൽ കള്ളക്കടത്ത് ഈ ഗോൾഡ് കടത്തിന്റെ ഒക്കെ ആ ഒരു ഗ്യാങ്ങിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇവർക്ക് അതിൽ നിന്നും തലയൂരാൻ പറ്റത്തില്ല. ഇനി അഥവാ അങ്ങനെ ഒരു ഗ്യാങ്ങിൽ നിന്ന് ഇവർക്ക് മാറണമെന്ന് ആഗ്രഹിച്ചാലും അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. അവർ ഓടി നടന്ന് ഇവർക്ക് പണി കൊടുക്കത്തേ ഉള്ളൂ. അവരുടെ രഹസ്യങ്ങൾ വേറെ ആരെങ്കിലും അറിയുമോ എന്ന് തോന്നുന്ന നിമിഷം അപ്പൊ തന്നെ ആ ഒരു വ്യക്തി ഇല്ലാതാക്കുന്ന പരിപാടിയാണ് ഇവരുടെ കയ്യിലുള്ളത്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, രേണു ഇത്തരത്തിലുള്ള ആൾക്കാരുടെയൊക്കെ കയ്യിൽ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ ജീവിതം പോയെന്നേ എനിക്ക് പറയാനുള്ളൂ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര് ഒരു വീക്കണറ്റ് എന്നാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര്. അതിനകത്ത് കുറെ എണ്ണം ഉണ്ട് നീതി കണക്കുള്ള വൃത്തിയുടെ സാധനങ്ങൾ. ആ ഗ്രൂപ്പിനകത്ത് ഇവരില്ല. ഞാൻ പറയുന്നത് ഈ പറയുന്ന ആ ഒരു ലേഡി വാട്സപ്പ് ഗ്രൂപ്പിനകത്തുണ്ട്. ആ ലേഡിയാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നത്. അവരെ കാരണം പല ആൾക്കാർ ആ ഗ്രൂപ്പിനകത്ത് ഇവർ ഇങ്ങനെ ഉണ്ടെന്നുള്ള അറിഞ്ഞിട്ട് പല ആൾക്കാർ ആ ഗ്രൂപ്പിനകത്ത് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇവർക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ആണെന്ന് അറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പല ആൾക്കാർ ഇവിടെ പല ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പലരും ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെ കയ്യിൽ പണം ഉള്ളതുകൊണ്ട്, ഇവർക്ക് ഒരുപാട് പരിപാടുള്ളതുകൊണ്ടും പണം ഉള്ളതുകൊണ്ടും ആരും പേടിച്ചിട്ടൊന്നും പറയൂല. ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ആ പാപ്പുലർ റെസ്റ്റോറൻറ്റിലെ മാനേജറാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. പാപ്പുലർ റെസ്റ്റോറൻറ്റിലെ മാനേജറാണ് ഇരിക്കുന്നത്. അങ്ങേരെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് കിടക്കുന്ന കണ്ടിട്ട് ഞാനിത് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ് ഈ വീഡിയോ. ഒരു വീഡിയോ കൂടെ ഉണ്ട്, അത് വേറെ ഫോണിലാണ് കിടക്കുന്നത്. പിന്നെ അത് ആ വീഡിയോക്കകത്ത് കറക്റ്റ് ഇവൾ അവിടെ ഇരുന്നിട്ട് കള്ളു കുടിക്കുന്നതും പിന്നെ ഇവൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പാപ്പുലർ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യാനൊന്നും അല്ല ഇവൾ അന്ന് പോയത്. അവിടെ വരുന്ന ആൾക്കാരെ പിന്നെ സോപ്പിടാനും അവിടെ ആൾക്കാരെ പിന്നെ ഡീൽ ചെയ്യാനും അപ്പൊ ഇവളിത്തിരി പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവളെ കാണാനും അതിന് വേണ്ടിയിട്ട് വരുന്നത്. എത്രയും ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കുന്നു, അവർക്ക് നമ്പർ കൊടുക്കുന്നു ഒക്കെ ഞാൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച് പിന്നെ അപ്പൊ ഇത്രയൊക്കെയാണ് സംഭവം എന്നുള്ളത്. ഇതിന്റെ ഫുൾ ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ സെഫീന ബീവിയുടെ ചാനലിലുണ്ട്. പുള്ളിക്കാരിയാണെങ്കിൽ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വിഷയം എന്ന് പറയുന്നത് വലിയൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വെളിയിൽ സത്യം കൊണ്ടുവരും. ഇവർക്ക് അഥവാ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഒരിക്കലും വെച്ചു പൊറപ്പിക്കരുത്. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോണം എന്തുമാത്രം ഉഡായിപ്പാണ് ഈ സ്ത്രീ കാണിക്കുന്നതെന്ന്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളുണ്ടല്ലോ, അവരൊക്കെയാണ് ഏറ്റവും വലിയ മണ്ടന്മാർ. എന്തായാലും കണ്ടു തന്നെ അറിയാം. എന്താണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.